പാഷനേറ്റ് ഇൻറ്റൻസ് ആയിരുന്നു, അത് ഒരിക്കലും വഴി മാറിയിട്ടില്ല. പക്ഷെ അതിൽ ഞാൻ സ്റ്റക്കായി കുറേ സമയത്ത്. ഐ ഡോണ്ട് നോ വൈ ഹൗ ടു ഗോ അഹെഡ്. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ഭാഗം ഞാൻ മിസ്ഫിറ്റ് ആയിരുന്നു. ഐ കുഡ്ന്റ് ഫിറ്റ് ഇൻ എനി വേ, കുഡ് നോട്ട് കമ്മ്യൂണിക്കേറ്റ് ടു എനിവൺ. ആരും എന്നെ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ അതുകൊണ്ട് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിലാണ് ഒത്തിരി നാൾ കഴിഞ്ഞത്. പക്ഷേ ആ പ്രണയം സാധ്യമായത് വളരെ ലേറ്റാണ്. then it is a beautiful story. നീ എങ്ങനെയായി 3 വയസ്സ് പ്രണയിക്കുന്നത്? ഞങ്ങൾ 2 ഇരട്ട കുട്ടികളായിരുന്നു. അത് 3 കഷ്ടിച്ച് 7 മാസമായപ്പം ആ കാലത്ത് ഒന്നുമില്ലാതിരുന്ന ഈ നേരത്തെ അറിയാനും ഒന്നുമില്ലായിരുന്നു. എൻ്റെ ബ്രദർ ആദ്യം വന്നു, ഞാൻ പുറകെ വന്നു. അൺഎക്സ്പെക്റ്റഡ് ബട്ട് അൺവാണ്ടഡ് എന്ന് ഞാൻ പറയുകയില്ല, അതൊരിക്കലും വീട്ടിൽ അനുഭവിച്ചിട്ടില്ല. അൺഎക്സ്പെക്റ്റഡായിട്ട് വീട്ടിൽ തന്നെ ജനിച്ചു വന്നു. 7 മാസം ആകുന്നേ ഉള്ളൂ. അപ്പോൾ മമ്മയുടെ വീട്ടുകാർ അതുപോലെ നോക്കി ഈ തടി കൊണ്ടുള്ള പെട്ടിയിൽ 3 ഹോട്ട് വാട്ടർ ബാഗിൻ്റെ ഇടയ്ക്ക് അന്ന് കോട്ടയത്തോ എങ്ങാണ്ട് പറഞ്ഞു വിട്ട് ഫാനിലും പഞ്ഞിയും എല്ലാം മേടിച്ച് അതിൽ പൊതിഞ്ഞ് വെച്ച് മമ്മയുടെ പാല് പോലും കുടിച്ചില്ല. തേൻ വെള്ളം പൊടിച്ചാണ് ജീവൻ നിലനിർത്തിയത്. അപ്പം മമ്മയുടെ വീട്ടിലാണ് ഞങ്ങൾ 3 വയസ്സ് വരെ ജീവിച്ചത്. 3 വയസ്സ് കഴിഞ്ഞപ്പം പപ്പ വന്ന് ഈ പൂവരണി പാലായിലേക്ക് കൊണ്ടുവരുന്ന ആ യാത്ര മുതൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എൻ്റെ ജീവിതയാത്ര ഞാനത് നീട്ടി പറയുന്നില്ല. അവിടെ മുതലേ ഓരോന്ന് സ്ട്രൈക്ക് ചെയ്യാത്ത. പക്ഷേ എൻ്റെ പപ്പ കൂടുതലും ജയിലിലൊക്കെ ആയിരുന്നു, പൊതുപ്രവർത്തനത്തിലും. പപ്പ വീട്ടിലുള്ളപ്പം ഞാൻ പപ്പയുടെ കൂടെയാണ് കിടന്നത്. പപ്പ ഒരു ദിവസം ഒരു കഥ പറഞ്ഞു. ഈ ഗാന്ധി അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ കഥ ഒത്തിരി പറയുമായിരുന്നു. ഗാന്ധി അപ്പൂപ്പൻ കോട്ട് വലിച്ചൂരിയെറിഞ്ഞിട്ട് ഒരു മുണ്ട് കൊടുത്ത് ഒരു ചെറിയ പുതപ്പും പുതച്ച് തടി കൊണ്ടുള്ള ചെരുപ്പ് വിട്ട് നടന്ന് ദൂരെ ദൂരെ ഒത്തിരി ആളുകളുടെ ഇടയിലേക്ക് അങ്ങനെ മറയുന്നു. എൻ്റെ പ്രണയം തുടങ്ങിയത് അവിടെയാണ്, ഗാന്ധിയോടല്ല. ഇങ്ങനെ എന്തൊക്കെയോ വലിച്ചെറിഞ്ഞ് ഉപേക്ഷിച്ചിട്ട് ഒരു പുതിയ ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങിപ്പോവുക. അവിടെയായിരുന്നു പ്രണയം. പക്ഷെ അങ്ങനെ പ്രണയിച്ചത് സ്ട്രോങ് ആയിട്ട് എൻ്റെ ഉള്ളിലും ഉള്ളതുകൊണ്ട് ഞാനത് എങ്ങനെയാണ് എവിടെ എന്ന് അന്വേഷിച്ചു വന്നു. ഏതായാലും ഇത് മനസ്സിൽ കടന്നു. പിന്നെ ഓരോരുത്തർക്കും സ്വപ്നങ്ങളാണ് എങ്ങനെയെന്ന്. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പം സാറ് പറഞ്ഞു ഈ റാണി ലക്ഷ്മിബായിയുടെ കഥ. റാണി ലക്ഷ്മിബായി കുട്ടിയെ പുറത്ത് വെച്ച് കെട്ടി ഒരു കുതിരപ്പുറത്ത് കയറി ഓടിച്ചോടിച്ച് ഗ്രാമങ്ങൾ ഉണ്ടാകും. ആ സ്കൂള് ഞങ്ങളുടേതായിരുന്നു, എൻ്റെ ഗ്രാൻഡ് ഫാദർ ഉണ്ടാക്കിയ സ്കൂളാണ്. പപ്പ മാനേജറുമായിരുന്നു. അപ്പം പറഞ്ഞു ഇന്ന് സാറ് ഇന്നുപോലെയൊക്കെ പഠിപ്പിച്ച് പുസ്തകം കാണിച്ചു. അപ്പം എനിക്കിട്ട് തന്ന ചലഞ്ച് ഇതായിരുന്നു. ഓ ഇതാണോ കാര്യം, നീ അവരെ പോലെ ആകാൻ, അപ്പോൾ ഒരു കുതിരയെ തരാം. ഐ ഡിഡ് നോ ഹൗ ടു ഡു. പക്ഷേ ഞാനിത് നിങ്ങൾ ചെറുപ്പക്കാരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അങ്ങനെയൊരു സ്ട്രോങ് ഒരിതുണ്ടെങ്കിൽ അത് സാധിക്കും എവിടെയെങ്കിലും. ഈ മുകളിലുള്ളവരും, ഞാനെപ്പോഴും വിളിക്കുന്നത് ഊപ്പർവാല, പുറത്തുനിന്നുള്ളവരും എല്ലാ പവറും കൂടി ഇതിലേക്ക് വന്ന് ഇതൊരിക്കൽ സാധിക്കും. വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ ദയാബായി ആയ ഗ്രാമങ്ങളിലേക്ക് വന്നപ്പോൾ കുതിര, അവിടെ ഇവിടെ എല്ലാം കുതിരകൾ നടക്കുന്നു, കുതിര മേഞ്ഞുകൊണ്ടിരുന്നു. ആഹാ, പഴയ കുതിരപ്രമം വീണ്ടും ഉണർന്നു. ഇത് കണ്ടിട്ട് ഞാൻ മനസ്സിൽ കരുതി ഞാനും ഒരു കുതിര മേടിക്കും, കുതിരപ്പുറത്ത് ഗ്രാമങ്ങൾ തോറും പോവും. എന്നിട്ട് എന്നെ എപ്പോഴും മോറലി സപ്പോർട്ട്, ഗോ അഹെഡ്, യു ആർ വാക്കിംഗ് ദ വേ വിച്ച് നോബഡി ഹാസ് ട്രോഡ്, നൗ കീപ് ഗോയിങ് എന്ന് പറയുന്ന ഒരു ബിഷപ്പുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ഇവിടെ എല്ലാവർക്കും കുതിരയുണ്ട്, അപ്പം ഐ വിൽ ബൈ എ ഹോഴ്സ്,
എന്നിട്ട് ഞാൻ ഗ്രാമങ്ങൾ തോറും പോയി കുതിരയും കൊണ്ട് എത്തും. കുറെ കഴിഞ്ഞ് ഈ ബിഷപ്പ് എന്നോട് പറഞ്ഞു, മെർസി, യു ആർ ഗോയിങ് ടു ഗെറ്റ് എ ബർത്ത്ഡേ പ്രസന്റ് ഫോർ ദ നെക്സ്റ്റ് ബർത്ത്ഡേ. യു ഫൈൻഡ് എ ഹോഴ്സ്, ഐ പേ ദ മണി. സന്തോഷമായി. ഞാൻ നടന്ന് വളരെ പ്രായമായ വിലയ്ക്ക് കുറച്ച് വിലയ്ക്ക് കിട്ടുന്ന ഒരു കുതിരയെ കണ്ടുപിടിച്ചു. അവളെ കൊണ്ട് 19 കിലോമീറ്റർ നടന്ന് വേണം എനിക്ക്, ഞാൻ താമസിക്കുന്ന ഗ്രാമങ്ങൾ കാട്ടിക്കൂടെ തന്നെ, വഴിക്ക് വീടൊന്നുമില്ല. അതിനെ കയ്യെ ചുറ്റി കെട്ടി, പേടിയാണ് വലിച്ചോണ്ട് പോകുമെന്നൊക്കെ, എങ്ങനെയാലും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് വില്ലേജിലെത്തി. അവിടെ സ്ത്രീകളോട് പറഞ്ഞു, ദാദി, എന്നെ കുതിരപ്പുറത്തുനിന്ന് കയറാൻ പഠിപ്പിക്കാമോ? അവർ പറഞ്ഞു തന്നൊരു കല്ലിൻ്റെ പുറത്ത് ഇങ്ങനെ കയറി. ആ കുതിരപ്പുറത്ത് ആദ്യം ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന്, പപ്പ, ഒരു കുതിര, ആ പഴയ സ്വപ്നം അന്ന് സാധിച്ചു. പിന്നെ ഞാൻ 35 വർഷം കുതിരയും കൊണ്ടാണ് നടന്നത് എൻ്റെ വലിയതിൽ. കാരണം ഇന്ന് പോലും, ഇന്ന് എന്നെപ്പറ്റി ഒരു ഫിലിം ഉണ്ടാക്കാൻ ആ ഗ്രാമങ്ങളിൽ ഫിലിംകാർ വന്നപ്പം വണ്ടി കയറത്തില്ല. ഇന്ന് പോലും അവിടെ ഒരു വണ്ടി കയറത്തില്ല, ട്രാക്ടർ പോകും, നോട്ട് അതേഴ്സ്. അങ്ങനെയുള്ള ആ ഗ്രാമത്തിൽ ഞാൻ 16 കൊല്ലം ജീവിച്ചിട്ടാണ് ഇപ്പോൾ താമസിക്കുന്ന വില്ലേജ് വന്നത്. എങ്ങനെയാലും ഇതൊന്ന്. പിന്നെ അന്നാണ് 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇത് പിന്നെ വായിച്ച്, ഞാൻ ഒത്തിരി അക്ഷരം കൂട്ടി വായിക്കുമ്പോൾ മുതലേ വായിക്കുമായിരുന്നു. ഒരുപാട് പുസ്തകം, സരോജിനി നായിഡു, ഫ്ലോറൻസ് നൈറ്റിംഗേൽ, ജോൺ റാൾട്ട്, ഇങ്ങനെയൊക്കെ വായിച്ച് വരുമ്പം ഇതാ ഫാദർ ഡേമിയൻ മൊളോക്കോയിൽ, കറുത്തവരുടെ ഇടയ്ക്ക് ഒരു വെള്ളക്കാരൻ, കുഷ്ഠരോഗിയുള്ള കാലേ ചൂടുവെള്ളം വേണപ്പം, ഞാനും കുഷ്ഠരോഗിയാണ്. അതൊക്കെ കേട്ടപ്പോൾ അപ്പോളെ ആഫ്രിക്കയ്ക്ക് പോകാനാ തോന്നല. അങ്ങനെ ഒരെണ്ണത്തിൽ ഇടപെടണം. പക്ഷെ അതൊന്നും സാധിച്ചില്ല. പിന്നെ ഇങ്ങനെ എല്ലാം വായിച്ച് വന്ന് എൻ്റെ ഫസ്റ്റ് കമ്മ്യൂണിയൻ വരും. ഫസ്റ്റ് കമ്മ്യൂണിയനിൽ ഇത് പഠിപ്പിക്കുമ്പോൾ ഇവിടെ ക്രിസ്ത്യൻസ് ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആരെങ്കിലും യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഫസ്റ്റ് കമ്മ്യൂണിയൻ. എങ്ങനെയാലും അതിന് പഠിക്കുമ്പം ഈ എനിക്കിപ്പോഴും മനസ്സിലാവും പടം കാണാൻ കാറ്റഗിസം പുസ്തകത്തിൽ ഈശോ വന്ന് അടിച്ചോടിക്കുക മന്ദിരത്തിൽ നിന്ന്. ഈ കോഴിക്കുഞ്ഞ്, പ്രാവും കുഞ്ഞുങ്ങളെ, പെറ്റികൾ, സാമാനങ്ങളെല്ലാം വായുവിൽ പറക്കുന്നു, ആളുകൾ ഓടുന്നു. ഈശോ ചാട്ടവാറെടുത്തടിച്ചെന്നാണ് ബൈബിളിൽ പറയുന്നത്. പക്ഷെ എൻ്റെ പുസ്തകത്തിൽ ചൂലെടുത്തടിച്ചോടിക്കുന്നതായിരുന്നു. അപ്പം എനിക്ക് വലിയ ചിന്ത, ഈശോ പാപം ചെയ്തല്ലോ, ഈശോ എന്താ ദേഷ്യപ്പെടുന്നത്? കുട്ടി അവിടെ ഇരിക്കുക. എപ്പോഴും ഒരു ചോദ്യം, ഞാൻ എപ്പോഴും ചോദ്യം ചോദിക്കുന്നയാളാണ്. പിടിച്ചിരുത്തി. പിന്നെ പപ്പ എൻ്റെ എല്ലാം പപ്പ ഈശോ പാപം ചെയ്തല്ലോ, ഈശോ എന്നെ ദേഷ്യപ്പെടുകയോ അടിക്കുകയൊക്കെ ചെയ്യുന്നു. അതേ, ആരാധനാലയം വൃത്തികേടാക്കി. അത് പപ്പയുടെ അറിവെന്ന. പക്ഷെ ഞാൻ ഈ ഗ്രാമങ്ങളിൽ താമസിച്ചപ്പോഴാണ് മനസ്സിലായത്, ഈ ഈശോ എന്ന് പറയുന്ന വലിയ പുള്ളിയായിരുന്നു. ഹി ഹാഡ് എ റിയലി ഫോർസൈറ്റ്. നേരത്തെ കണ്ടിരുന്നൂടെ ആളുകളുടെ ഇടയ്ക്ക് നടക്കുന്ന കാര്യങ്ങൾ നടക്കാൻ പോകുന്നത്. ഈ ഗ്രാമങ്ങളിൽ താമസിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാകുന്നത്, സാധാരണ കൊച്ചു മനുഷ്യരെ, ആദിവാസികളെ ഏറ്റവും അധികം ചൂഷണം ചെയ്യുന്നത് അവിടുത്തെ വ്യാപാരി വർഗം, ലോക്കൽ ട്രേഡേഴ്സ്. അങ്ങനെയുള്ള ഇതിൽ ഞാൻ ഇടപെട്ടപ്പോഴാണ് എനിക്ക് തോന്നുന്നു, ഞാൻ എപ്പോഴും പറഞ്ഞു, വലിയ പുള്ളിയാണ് കേട്ടോ. ഇവിടെ ഇവർ ഈ അക്ഷരമൊന്നും അറിയാവുന്നതൊരു ബോണ്ടഡ് ലേബറേഴ്സായിട്ട് ഇവരുടെ ഇടയ്ക്ക്. എങ്ങനെയാലും അന്ന് ഫസ്റ്റ് കമ്മ്യൂണിയൻ എടുക്കുമ്പം ആൻറ്റിമാരൊക്കെ റെഡിയാക്കും. ഒത്തിരി വർഷം കൂടിയാണ് വീട്ടിലെ 2 പിള്ളേരെ ഫസ്റ്റ് കമ്മ്യൂണിയൻ എടുക്കുന്നത്. കാരണം പപ്പ ജയിലിലൊക്കെ ആയിരുന്നു, ഒത്തിരി ലേറ്റ് മാരേജ് ആയിരുന്നു. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് വലിയ ആഘോഷമായിട്ട് നടത്തും. പക്ഷേ എല്ലാം ഒരുക്കി വെച്ചിട്ട് പറഞ്ഞിരുന്നു, ഈശോ ആദ്യം വരുമ്പം എന്ത് ചോദിച്ചാലും അത് സാധിക്കും. ഞാനന്ന് ഇത് കഴിഞ്ഞ് വെച്ചിട്ട് കണ്ണും പൂട്ടി ഈശോയുടെ മന്ത്രിച്ചുകൊണ്ടിരുന്നപ്പം മെഴുകുതിരിയെന്ന് എല്ലാം കത്തി, എൻ്റെ ഡ്രസ്സെല്ലാം കത്തിപ്പോയി. എല്ലാവരും പറഞ്ഞു, എൻ്റെ ആൻറ്റിമാരൊക്കെ പറഞ്ഞു, നീ വലിയ മിടുക്കിയല്ലേ. ഞാൻ എൻ്റെ ട്വിൻ ബ്രദറിനെക്കാളും ഇച്ചിരൂടെ മിടുക്കിയായിരുന്നു.
മിടുക്കിന്ന് പറഞ്ഞാൽ വായാടി ഇങ്ങനെയൊക്കെ ഇത്തിരി ചോദ്യം ചോദിക്കും, ആള് പാവം. അപ്പൊ എന്നോട് പറഞ്ഞു, നിന്റെ അഹംഭാവം കൊണ്ടാണ് ഇതെല്ലാം, എനിക്ക് വലിയ മിടുക്കല്ലേ, ആ ജോലിക്കൊന്നും വന്ന് പറ്റിയില്ലല്ലോ, അതുകൊണ്ട് ചോദിക്കും. പപ്പ വിളിച്ചു, എനിക്കെന്നെ എത്ര ബോധമില്ലാതെ വന്ന് ഈ വല്ലവരും വന്ന് ജീവൻ രക്ഷിച്ചില്ലേ, എന്താണ് ഇങ്ങനെയൊക്കെ? ഞാൻ പറഞ്ഞു, പപ്പ ഞാൻ ഈശോയുടെ ഒരു സൂത്രം പറയുകയായിരുന്നു. സൂത്രം എന്നാ ഒരു സീക്രട്ട്. ഞാൻ പറഞ്ഞത്, എനിക്ക് ആ മൂച്ചും ചുടയൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു, എനിക്കും അങ്ങനെയൊക്കെ ആകണം, അതുപോലെയൊക്കെ ധൈര്യമൊക്കെ തരാം, അപ്പം ഞാനും കാണിക്കാം. പക്ഷേ അത് സാധിച്ചത് 3.5 വർഷം മുമ്പ് ഞാൻ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഒരു പന്തൽ പോലും ഹിറ്റ്ലർ അനുവദിക്കുകയില്ലായിരുന്നു മുകളിലൊരു പന്തലിടാൻ. അതുകൊണ്ട് മഴയും വെയിലും കൊണ്ട് ആ പെരുവഴിയിൽ ഈ കാസർഗോഡ് ഇതുപോലെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവിടെ കിടക്കുമ്പോൾ എനിക്ക് തോന്നി, അന്ന് ഞാൻ ആ ചോദിച്ച വരം ഇപ്പോഴാണ് കിട്ടുന്നത്. കാരണം ഒരുപാട് ആളുകൾ എൻ്റെ കൂടെ എന്നുമുണ്ട്, തൗസൻഡ്സ്, ഒരു ബാരിയേഴ്സും ഇല്ലാതെ. മൗലവി, സന്യാസിമാർ, ഹിന്ദു, അച്ഛന്മാർ, പാതിരി, പല ചർച്ചിൻ്റെ സ്റ്റുഡൻസ്, യൂത്ത്, സ്ത്രീകൾ, ഫിലിംകാർ, അതിൻ്റെ കൂടെ ഒരു ഐഡൻറ്റിറ്റി ഇല്ലാത്തവർ, കൂടെ നടക്കുന്നവർ, എല്ലാവരും വന്ന് ഒരേ കോഴ്സിൽ ഒന്നിച്ചു കൂടിയപ്പോൾ ഐ ഫെൽറ്റ് ഞാൻ അന്ന് ചോദിച്ച വരം ഇന്നാണ് കിട്ടുന്നത്, ഇത്രയും കാലം കഴിഞ്ഞു. എനിവേ, ഇനി നീട്ടുന്നില്ല. ഇത് കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് പിന്നെ സ്കൂളിങ്ങനെ മുന്നോട്ട് പോകാം. അങ്ങനെ ഇരിക്കുമ്പം ഒരു ചിന്ത, എങ്ങനെയായിരുന്നു. അപ്പം പപ്പായുടെ പെങ്ങന്മാർ ഓരോരുത്തരും കോൺവെൻറ്റിലേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ ഓർത്ത് ഒരു സിസ്റ്റർ ആയാൽ കാര്യമൊക്കെ സാധിക്കാം, പ്രണയ സാധ്യതയും. പക്ഷെ അവരുടെയൊക്കെ കോൺവെൻറ്റിൽ പോകുമ്പോൾ എനിക്കിഷ്ടപ്പെട്ടില്ല, എന്നാ ഈ ദാരിദ്ര്യോടതോ എന്നൊക്കെ പറയുന്ന ചുമ്മാ അങ്ങനെയൊക്കെ മനസ്സിൽ കണ്ട് ഇരിക്കുമ്പോൾ എൻ്റെ ഇളയ ആൻറ്റി പ്രേക്ഷിതകാരം വായിക്കാൻ തുടങ്ങി. പ്രേക്ഷിതകാരത്തിൽ വടക്കേ ഇന്ത്യയിലെ മിഷണറിമാരുടെ പ്രവർത്തനം, മരത്തിൻ്റെ അടിയിലിരുന്ന് ഒരല്പ വസ്ത്രം മാത്രം ധരിച്ച് മാറുപോലും മറക്കാതെയുള്ള ആളുകളെ പഠിപ്പിക്കുന്നു. കല്ലിൻ്റെ മുകളിൽ ഒരാൾക്ക് ഇഞ്ചക്ഷൻ കൊടുക്കും. ഇറ്റ്സ് വാസ് സംതിങ് ബ്യൂട്ടിഫുൾ. എനിക്ക് തോന്നി ഇവിടെയാണ് എൻ്റെ വഴി. പക്ഷെ മിഷന് പോകണമെന്ന് പറയുമ്പോൾ എല്ലാവരും പറയും, നിനക്ക് ആരോഗ്യമില്ല, നീ അവിടെ പിടിച്ച് നിൽക്കുകയല്ല. ഞാൻ ഇന്നും ഒരു അശുവായിരുന്നു, 7-ാം മാസത്തിലും ഉണ്ടായതല്ലേ, അങ്ങനെയൊക്കെ പറയാം. അപ്പം മൂച്ചെടുത്ത് ഈ കുടയുടെ ഇടയ്ക്കോട്ട് പുസ്തകമൊക്കെ തള്ളി മഴയിൽ നനഞ്ഞ് വീട്ടിലേക്ക് വരും. എനിക്കൊരു ജലദോഷം വന്നാലും ഒന്നും വന്നില്ല, കേട്ട് പലപ്പോഴും ലഞ്ച് ഒളിച്ചു വെച്ചിട്ട് പോകും. ഇങ്ങനെയൊക്കെ എനിക്ക് ഏകദേശം ഫേസ് ചെയ്യാമെന്ന് തോന്നി. അന്നത്തെ 6th ഫോം കഴിഞ്ഞു, പിന്നെ ഒരുക്കുവാണ്. എന്നാൽ ഇവരൊക്കെ ഈ പറയുന്ന കേട്ട് 1 കൊല്ലം കൂടെ നിന്നു. അതും ഇതുമെല്ലാം കൊട്ടവട്ടി നെയ്യാൻ, ക്രാഫ്റ്റ്, മെഴുകുതിരി ഉണ്ടാക്കാൻ, സോപ്പ് ഉണ്ടാക്കാൻ, ഇങ്ങനെ ഒത്തിരി കൂട്ടം തയ്യൽ, നിറ്റിങ്ങൊക്കെ പഠിച്ചു. 1 കൊല്ലം നിന്നു. അതിൻ്റെ ഇടയ്ക്ക് ആൻറ്റിമാർ പഠിപ്പിക്കുന്ന സ്കൂളിലൊക്കെ പോയി ഇച്ചിരി പ്രാക്ടീസൊക്കെ ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ ഇടയ്ക്ക് 3 സ്ഥലത്തേക്ക് എഴുതി. ആദ്യം എനിക്ക് കിട്ടുന്നിടത്തോട്ട് ഞാൻ പോകുമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ബീഹാറിലേക്ക് 6th ഫോം കഴിഞ്ഞ് 1 കൊല്ലം കൂടെ നിന്ന് 17-ാം വയസ്സിൽ ഞാൻ കേരളം വിട്ടു. ഈ സ്വപ്നവും കൊണ്ട് അവിടെ ചെന്ന് കയറിയ അന്നേ ഐ വാസ് ബ്രോക്കൺ. ഗവൺമെൻറ്റിൻ്റെ കുറ്റമല്ല, എൻ്റെ മനസ്സിലുള്ള ആ ലോകവും ആ സ്വപ്നം ഇത് മാച്ച് ചെയ്യുന്നില്ല. I told sister, I think I have no vocation. This is not my place. Oh, other homesickness we all go through, child go on. അവർ പറയുന്നതൊക്കെ കേട്ട് കുറച്ചൊക്കെ മുന്നോട്ട് പോയി അവരെന്നെ പഠിക്കാനായിട്ട് പുറത്തോട്ട്. ഏകദേശം അവർ കണക്ക് കൂട്ടി എന്നെ മെഡിസിനും ഉണ്ടാവുന്നു. എല്ലാം കൊണ്ടും മിടുക്കിയാണ്, സ്മാർട്ട്, നല്ല ഇംഗ്ലീഷ് നല്ലപോലെ വായിക്കാൻ അറിയാം, ക്രിയേറ്റീവ്. ഒരു കുറച്ച് മാസം നിന്നപ്പോഴത്തേനും ഇതൊക്കെ മനസ്സിലാക്കി മെഡിസിന് വിടാണ്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് നേഴ്സാകാനാണ് ഇഷ്ടം. അത് 3 വയസ്സുള്ളപ്പോഴത്തെ യാത്രയിൽ 2 നേഴ്സുമാർ എന്നെ കെയർ ചെയ്തൊരു ഓർമ്മയുണ്ട്. അന്ന് അറിയത്തില്ല ഈ നേഴ്സുമാരാരാണ്. പപ്പായോട് ചോദിച്ചത് അവരാരാ.
ഒരു നേഴ്സുമാരാണ്. അതിനാ സൂക്കേടുള്ളവർ അന്ന് മനസ്സിൽ കുറിച്ചിട്ടതായി എനിക്ക് നേഴ്സാകണം, സൂക്കേടുള്ളവരെ നോക്കാം. അതുകൊണ്ട് നേഴ്സാകുന്നത് നല്ല. യു ഹാവ് ദി എബിലിറ്റി, വി നീഡ് ഡോക്ടേഴ്സ്. ഓക്കെ, അങ്ങനെ BSc പഠിച്ച് പുറത്ത് നിന്ന് ഡോക്ടറേറ്റ് മെഡിസിന് പോകുന്നതിന് പകരം നേരെ ഫോർമേഷനിലേക്ക് ഓപ്റ്റ് ചെയ്തു. പിന്നെ പഠിക്കാമെന്ന് വെച്ച് ഇവിടെ വന്നപ്പോൾ കരച്ചിൽ, പ്രാർത്ഥന ചെല്ലുമ്പോഴൊക്കെ അതർവൈസ് ഐ ആം ഗുഡ് ഇൻ എവറിത്തിങ്. ആ കരച്ചിൽ കണ്ട് ഒരു കുറച്ച് മാസമേ ഞാൻ നിന്നുള്ളൂ. മദർ പറഞ്ഞു ഗോ ഹോം. മദർ ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ഹോം. പിന്നെ യു സെൻഡ് മീ ടു വൺ ഓഫ് യുവർ ട്രൈബൽ ഏരിയ മിഷൻ. ഐ വിൽ വർക്ക് ആസ് എ മാലി എന്ന് പറഞ്ഞാൽ തോട്ടപ്പണിക്കാരെ. അങ്ങനെ അവിടെ ജോലി ചെയ്യുമ്പം ഈ ആദിവാസികളൊക്കെ ആയിട്ട് ചേരാമെന്ന് ഇങ്ങനെ മനസ്സിലൊരു ഓർമ്മ. നോ യു ഹാവ് ഗോഡ് ഗിവൺ ടാലൻസ്, യു ഗോ ഹോം, ബിക്കം എ ഡോക്ടർ. സർ നോ, ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ഹോം. പിന്നെ അവരെ വേറെ ഒരിടത്തോട്ട് വിട്ടു, അതും ട്രൈബൽ ഏരിയ. പക്ഷേ BSc പാസ്സായില്ലേ, അതുകൊണ്ട് ഈ ട്രൈബൽ പിള്ളേരെ സയൻസ് പഠിപ്പിക്കാൻ ഹൈസ്കൂളിൽ. അങ്ങനെ ഒരു ജീവിതം തുടങ്ങി കോൺവെൻറ്റിന് പുറത്തായിട്ട്. പക്ഷേ അവിടെ ഞാൻ വീണ്ടും എൻ്റെ മനസ്സ് ഇവിടെയല്ല, ഇതല്ല. പക്ഷെ അത് ചെയ്ത് നല്ലപോലെ ചെയ്തു, നല്ല റിസൾട്ട് ഉണ്ടാക്കി, നല്ല ലബോറട്ടറി ഉണ്ടാക്കി. ഇതെല്ലാം കഴിഞ്ഞ് നല്ല പേരായി സ്കൂളിന്. ട്രൈബൽസ് വളരെ മോശമായിരുന്നു സയൻസിൽ, നല്ല ഗ്രേഡായി. അങ്ങനെയൊക്കെ ആയപ്പം ഞാൻ കൂടുതൽ നീട്ടുന്നില്ല, ഇടയ്ക്കൊരു സംഭവമൊക്കെ വിട്ടുകളഞ്ഞു. ഞാൻ ബൈബിളിൽ കൂടെ ഒരു യാത്ര തരും. ഞാനിപ്പോഴും കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും, ലീഡ് കൈൻഡ്ലി ലൈക്ക് എ മിഡ്നൈറ്റ് സർക്കിളിംഗ് ബ്ലൂ, ലീഡ് ഡൗൺ മീ വൺ സ്റ്റെപ്പ് ഈസ് എനഫ് ഫോർ മീ. ഇതല്ല എൻ്റെ വഴിയെന്നറിയാം, പക്ഷെ എങ്ങോട്ടൊന്നും അറിയില്ല. അതൊന്നും കാണിക്കാനും പറഞ്ഞ് ഇങ്ങനെ വായിക്കുന്നുണ്ട്. ബൈബിളിൽ കൂടെ ഒരു യാത്ര ചെയ്തപ്പം എനിക്കുണ്ടായ ബോധോദയം, ഈ ലോകത്തിൻ്റെ ആദ്യം മുതൽ മനുഷ്യരും തമ്മിൽ പോരൽ, അസൂയ, സ്വാർത്ഥത, അതിൻ്റെ പേരിൽ കൊല, വഴക്ക്. ഈ ദൈവം എന്ന് പറയുന്ന വലിയ പുള്ളിയും ഓരോ പ്രവാചകന്മാരെ വിട്ട് ലോകമൊന്നും നന്നാക്കാൻ, ഒരു സ്നേഹിക്കുന്ന ഒരു സമൂഹമാക്കാൻ. ഇത് കുറേ ആയിട്ട് മനസ്സിലായിട്ട് ഈ ദൈവം ഇത്രയത്ത് വരുന്ന ആലോചിക്കുകയാണ്. വാട്ട് ടു ഡു? ഒരു വ്യത്യാസമില്ലല്ലോ, അവിടെ ഇവിടെ എല്ലാം യുദ്ധവും മല്ലും. അപ്പോൾ ഫാദർ സീസ് വി ഹാവ് ടു ഗോ അവേഴ്സെൽസ്. ഈ പ്രവാചകന്മാരെ വിട്ടത് കൊണ്ടായില്ല. ദെൻ ഐ വിൽ ഗോ. ഓ, നീ വലിയ ദൈവമായിട്ട് അങ്ങോട്ട് ചെന്നതുകൊണ്ട് കാര്യമില്ല. യു ഷുഡ് ബിക്കം ലൈക്ക് വൺ ഓഫ് ദം, ബി വൺ ഓഫ് ദം. സ്പിരിറ്റ് സേസ് ബാബ ഐ വിൽ ഗോ വിത്ത് ഹിം. ഞാൻ അങ്ങനെയാണ് ഫസ്റ്റ് ക്രിസ്മസിനെ കാണുന്നത്. അന്ന് ഇത് വായിച്ച് ഇതൊക്കെ കഴിഞ്ഞ് വെച്ചിട്ട് ഞാൻ പലപ്പോഴും ചോദിച്ചു, വൈ ഡിഡ് യു ചൂസ് ദാറ്റ് വേ? ഈ കാലിത്തൊഴുത്തിൽ ഈ സീറോ ആയിട്ട് ജനിക്കാൻ ഒരു സ്ഥലം പോലും ഇല്ലാതെ പ്രകൃതിയുമായിട്ട് എല്ലാം ആ മൃഗങ്ങളാണ് നക്കിത്തുടയ്ക്കുന്നത്, അവരുടെ പുൽത്തൊട്ടിയിലാണ് ചൂടാകുന്നത്. എന്തൊരു കണക്ഷൻ! ഇതൊക്കെ കഴിഞ്ഞാൽ ഒത്തിരി ഇങ്ങനെ ചോദിച്ചു, വൈ ദാറ്റ് വേ? ആൻഡ് അറ്റ് ദ സെയിം ടൈം ഈ ബൈബിൾ വായിക്കുമ്പോൾ ഇയാളെ പറയുന്നു, കം ഫോളോ മീ. ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ ക്രിസ്മസ് മെറ്റീരിയലി ആഘോഷിച്ചിട്ടില്ല. ആ ദിവസം ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. ഒന്നേ ഉണ്ടായുള്ളൂ. ഇപ്പോൾ ഒരാളെന്നോട് പറഞ്ഞു, എന്നെ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ട കണ്ടക്ടറുടെ വീട്ടിൽ ചെന്ന് അടുത്ത ക്രിസ്മസിൽ ഒരു രമ്യപ്പെട, ഒരു ബന്ധം തിരിച്ചു പിടിക്കുന്ന ഒരു സംഭവം. ഞാൻ ആ പാലക്കാട് പോയി, ഒന്നും അറിയിക്കാതെ രാവിലെ അവരുടെ വീട്ടിൽ പോയി ഇച്ചിരി കട്ടൻ കാപ്പി കുടിച്ചൊരു പഴവും തിന്നു. കുറേയൊക്കെ എൻ്റെ കയ്യിൽ ഷെയർ ചെയ്ത് അവരുടെ ഒരു മോള് പഠിക്കുന്നത്. അതായിരുന്നു എൻ്റെ ക്രിസ്മസ് ആഘോഷം. അതർവൈസ് ഐ നെവർ സെലിബ്രേറ്റ്, ഇറ്റ്സ് നോ മീനിങ് ഫോർ മീ. അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഇത് മനസ്സിൽ ഇതിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി വെച്ചിങ്ങനെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഈ പഠിപ്പീര് നിർത്തി, അവിടെ വരൾച്ചയുണ്ടായി. അപ്പോൾ അതിലിടപെട്ടു. അവിടെ കുറച്ച് ജോലി ചെയ്തപ്പോൾ ഐ ഫെൽറ്റ് ദ നീഡ് ടു ഡു നേഴ്സിംഗ്. അപ്പോൾ ഒരിടത്ത് വന്ന് നേഴ്സിംഗ് ചെയ്തു. ഇങ്ങനെ ഞാൻ കറങ്ങുക, ചോടുന്നിടത്തെല്ലാം എടുക്കുകയാണ്.
നേഴ്സിംഗ് ചെയ്ത് കഴിഞ്ഞ് ഇനി അങ്ങോട്ട് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഫുട്പാത്തിലും ജീവിച്ചു. വഴി അറിയാതെ ബോംബെയിൽ ഈ ബസ് സ്റ്റോപ്പിൽ നിൽക്കും, കുറച്ച് നേരം നിൽക്കും, പിന്നെ സീസൈഡിൽ പോകും. രാത്രി വന്ന് റെയിൽവേ സ്റ്റേഷനിൽ കിടക്കും. ഒത്തിരി പേര് അവിടെ നിലത്ത് വിരിച്ചു കിടക്കുന്നുണ്ട്. പക്ഷെ ഒരു ദിവസം ആരോ എന്നെ വട്ടം ഇടുന്നത് അവിടെയുള്ള ലേഡി കണ്ടു, ലേഡി സൂപ്പർവൈസർ. അവർ എന്നെ സ്റ്റേഷൻ മാസ്റ്ററോട് പറഞ്ഞു, പുതിയൊരു പെണ്ണിരിപ്പുണ്ട്, 1-2 ചെറുക്കന്മാർ വട്ടം ഇടുന്നുണ്ട്. സ്റ്റേഷൻ മാസ്റ്റർ വന്ന് ചോദിച്ചു, കഹഞ്ചാരിയ ഒരു നുണ പറഞ്ഞു. ഞാൻ പോകാനല്ല, രാത്രി വിശ്രമിക്കാൻ വന്ന, അത് പറയാൻ പറ്റിയല്ല. അതുകൊണ്ട് പറഞ്ഞു, പോകല്ല, എൻ്റെ ഒരാൾ വരുന്നുണ്ട്. എവിടുന്നാണ് വരുന്നത്? എറണാകുളം. ഓ, അവിടുന്ന് ഇപ്പം ട്രെയിനില്ലല്ലോ. വേറൊരു നുണ, ഞാനൊരു ഹോസ്റ്റലിലാണ്, അവിടെ ഇപ്പം കയറി ചെല്ലത്തില്ല, സന്ധ്യ അയാൾ ഗേറ്റ് അടക്കം, ഞാൻ രാവിലെ പോയിക്കോളാം. അയാളുടെ ഓഫീസിൻ്റെ മുന്നിൽ എന്നോട് ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വേർ ദർ ഈസ് ഹണി ഫ്ലൈസ് വിൽ ഗ്യാദർ. അപ്പം ഞാൻ ഹണിയായി, ഈ ഈച്ചകളെ ഇനി ഓടിക്കാനുള്ള ഒരു പണിയാണ്. ഏതായാലും പിറ്റേ ദിവസം ഞാൻ ഈ പണി നിർത്തി നേരെ മദർ തെരേസയുടെ അവിടെ സേവനം, വോളണ്ടിയറായിട്ട് അവിടെ സേവനം ചെയ്യാൻ പോയി. ആർക്കെങ്കിലും ബോറാകുന്നുണ്ട് വേഗം ഇറങ്ങിപ്പോയിക്കും. എനിക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊങ്ങുന്നത് കാണാൻ പ്രയാസമാണ്. എന്നിട്ട് മദർ തെരേസയുടെ അവിടെ പോയി അതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി സമയമെടുത്ത് കരാട്ടെ പഠിക്കാൻ പോയി. ബെൽറ്റിനൊന്നുമല്ല കേട്ടോ, സെൽഫ് ഡിഫെൻസ്, ഈച്ചയെ ഓടിക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ചൊക്കെ പഠിച്ചു. ഇപ്പം ഈയിടെ ഇങ്ങനെ ഒരാൾ കാണിച്ചു, ജയ ജയ ജനഗണ, അങ്ങനെയൊരു ഫിലിം. അതിനകത്ത് അവൾ ശരിക്കും ഞാൻ ചെയ്ത പോലെ ചില കൂട്ടങ്ങളൊക്കെ ചെയ്ത് ഓരോരുത്തരെ തുരത്തുന്ന സമ്പ്രദായമുണ്ട്. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ സമയത്ത് ഇങ്ങനെ വന്നതാണ്. ഇറ്റ് വാസ് യൂസ്ഫുൾ. ഒരിക്കൽ അല്ല 2-3 തവണ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് കരാട്ടെ. സൈക്കിളും ആളുടെയും കൂടെ നിലത്തിട്ടു, സന്തോഷം. എനിവേ, ഇങ്ങനെയൊക്കെ തുടർന്ന് ഇങ്ങനെ പോയി ഒരുപാട് ദുരന്തങ്ങളിൽ നിന്ന് നേഴ്സിംഗ് കഴിഞ്ഞ് അങ്ങോട്ട്. അപ്പോഴാണ് ഈ ദൈവം എന്ന് പറയുന്ന ഭയങ്കര പുള്ളിയാട്ടോ. സമയത്ത് ഇങ്ങനെ ഓരോ വഴി തുറന്നു വരും. അഭയാർത്ഥികളെ സേവനം ചെയ്യാനായിട്ട് വോളണ്ടിയർമാരെ ആവശ്യമുണ്ട്. പത്രങ്ങളിലും എല്ലാം വരുന്നുണ്ട്. ഞാൻ കൽക്കട്ട ആർച്ച് ബിഷപ്പിന് എഴുതി. ഇപ്പം നേഴ്സിംഗും ഉണ്ട്, അപ്പം ഇച്ചിരി കോൺഫിഡൻ്റ് ഉണ്ട്. അപ്പം ഞാൻ വോളണ്ടിയറായിട്ട് സെർവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. 1 കൊല്ലമെങ്കിലും ഫ്രീ, കം ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞ് എഴുത്ത് കിട്ടി. അപ്പം ഞാൻ കേരളത്തിലാണ് നേഴ്സിംഗ് ചെയ്ത് വീട്ടിൽ പോയി എന്ന് പറഞ്ഞിട്ട് പോകാമെന്നുണ്ട്. വീട്ടിൽ പോയി കോട്ടയത്ത് പോയി ടിക്കറ്റ് ബുക്ക് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി നടന്ന് ടീച്ച് യുവർ സെൽഫ് ബംഗാളി എന്നും പറഞ്ഞൊരു പുസ്തകം മേടിച്ചു. അവിടെ ചെല്ലുമ്പോഴത്തേന് എനിക്ക് 2-3 വാക്കെങ്കിലും പറയാൻ അറിയണം. അങ്ങനെ ഒരുങ്ങി പോകുന്നതിൻ്റെ തലേദിവസം യുദ്ധം പ്രഖ്യാപിച്ചു. അപ്പോൾ എല്ലാവരും വീട്ടിൽ വന്ന് പറഞ്ഞു, മെസ്സേജ് വിടേണ്ട, അവിടെ യുദ്ധമാണ്. ഐ റിയലി താങ്ക് ഗോഡ് ഫോർ മൈ പേരൻസ് ആൻഡ് ഫാമിലി. അവർ പറഞ്ഞു മരണത്തെ പറയാൻ പറ്റിയല്ല, അവൾ പോയിട്ട് അവിടെ മരിക്കുകയാണെങ്കിൽ ഞങ്ങൾ കരയുമായിരിക്കും, പക്ഷെ അഭിമാനമുള്ളൂ. പക്ഷെ പോകാതെ നിർത്തിയിട്ട് ഇവിടെ മരണം വന്നാൽ ഞങ്ങൾ ഒരിക്കലും സഹിക്കുകയില്ല. അത് ഇന്നും ഒരു മനസ്താപം, ഗിൽറ്റ് ഫീലിംഗ് ആയിട്ട് കിടക്കും. എൻ്റെ പപ്പ പറഞ്ഞത്. എനിവേ, ഞാൻ പോയി. ട്രെയിനിൽ ഒരു മനുഷ്യനില്ല. അന്നത്തെ ഈ കാർഡ് ടിക്കറ്റ് ചോദിച്ചു ഇങ്ങോട്ട്, എന്തിനാ എല്ലാവരും ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു, ചില ബോഗിയിലൊന്നും മിലിറ്ററിക്കാർ മാത്രമേ ഉള്ളൂ. ഞാൻ ഹാവ് ടു പോയി. പക്ഷെ ബാത്റൂമിൽ പോയി എൻ്റെ മുടിയൊക്കെ വെട്ടി. അവിടെ ചെന്നാൽ വലിയ പണിയൊന്നും അന്ന് ഒത്തിരി കൂടെയൊക്കെ മുടിയുണ്ടായിരുന്നു. പിന്നെ മരിച്ചു പോയെങ്കിലും അമ്മയ്ക്കൊരു പ്രസിഡൻ്റായിട്ട് വരുന്നോട്ടെ അത് അയച്ചൊക്കെ എൻ്റെ കസിൻ അവിടെ എന്നെ റിസീവ് ചെയ്തു കൊടുക്കാമെന്ന് ഓർത്ത് പോയി. അവിടെ ആ റെഫ്യൂജി ക്യാമ്പിൽ ചെയ്ത ജോലി എന്നെ ഒത്തിരി രൂപപ്പെടുത്തി. ഇങ്ങനെ ഏത് മിനിറ്റ് 24 hours ടു വർക്ക് അറ്റ് എനി ടൈം, എനി സിറ്റുവേഷൻ. ചിലപ്പോൾ നേരം വെളുത്ത് ഇങ്ങനെ കറങ്ങുമ്പം ഒരു കുട്ടിയെ പ്രസവിച്ച് അവിടെ ഇട്ടിട്ട് പോയിരിക്കുക. ചിലടത്ത് മോർച്ചറിയിൽ ഈ ഡെഡ് ബോഡി ഇങ്ങനെ കിടക്കും, ചുമക്കാൻ പോലും ആളില്ല. ഇങ്ങനെ എല്ലാ തരം പണി ചെയ്തു. ഇങ്ങനെ കുറച്ച് മാസങ്ങൾ ചെയ്ത് യുദ്ധം, അതിൻ്റെ ഇടയ്ക്ക് യുദ്ധം ഇങ്ങനെ മുറുകെ പിടിക്കുമ്പം ബോർഡർ ഏരിയയിൽ
ജോലി ചെയ്യാൻ ആർക്കും ഇഷ്ടമില്ല, പേടിയാണ്. അപ്പുറത്ത് തൊട്ടടുത്ത് ത്രിപുരയുടെയൊക്കെ തൊട്ടടുത്ത് ബംഗ്ലാദേശ്, അന്നത്തെ ഈസ്റ്റ് പാകിസ്ഥാൻ, അവിടെ ബോംബിടുന്നു. ആരും അവിടെ ചെയ്യാനില്ല. അപ്പം അവിടെ ഒരിടത്തോട്ട് പോയി. ഈ കർഫ്യൂ ആണല്ലോ, ബ്ലാക്ക് കർട്ടനുണ്ട്, ലൈറ്റൊന്നും എടുത്തില്ല. ഒന്നിഞ്ഞ് നോക്കും. എൻ്റെ കൂടെയുള്ള ഒരു ലോക്കലുകൾ ഈ കട്ടിലിൻ്റെ അടിയിലോട്ട് ഒളിച്ചിരിക്കും. എനിക്ക് ക്യൂരിയോസിറ്റി, അവിടെ എന്താണ് സമയം, ബോംബിടുന്ന, ഭൂമി കുലുങ്ങുന്ന പോലെ ഒച്ച തോന്നും. എങ്ങനെയാലും ഇതെല്ലാം കഴിഞ്ഞ് പോകാനൊരുങ്ങി തിരിച്ച് കൽക്കട്ടയിൽ വന്നു. 2 മാസം, ഫെബ്രുവരി, യുദ്ധമൊക്കെ കഴിഞ്ഞ മാസങ്ങളായി. ഇവരെ ഗ്രൂപ്പായിട്ട് അങ്ങോട്ട് വിടുക, ബോർഡർ വരെ കൊണ്ടുപോയി ട്രക്കെ കയറ്റി വിടും, അവിടെ എഴുത്തുകുത്തും നടത്തി തിരിച്ച് വിടും. ക്യാമ്പ് ഏകദേശം ക്ലോസ് ചെയ്യാറായി. എൻ്റെ ബർത്ത്ഡേയിൽ അവർ ആകെ 2-3 മദർ ട്രീസ സിസ്റ്റേഴ്സും സെമിനാരിയൻസും ഉണ്ട്. അവർ പാട്ട് പാടുക, ഹാപ്പി ബർത്ത്ഡേ. അവരെങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഐ നെവർ സെലിബ്രേറ്റ് മൈ ബർത്ത്ഡേ. എനിവേ, ഇത് പാടിക്കൊണ്ടിരിക്കുന്നു. 3 അമേരിക്കൻസ് ഡാക്കായ്ക്ക് പോകാനുള്ള ഒരിതാണ് വന്നിരിക്കുന്നത്. ഇവിടെ ആരുടെ ബർത്ത്ഡേ എന്നാണ് ഞാൻ ഈ സ്റ്റോറി പറയാൻ ഞാൻ ആഗ്രഹിച്ചല്ലോ. പക്ഷെ നിങ്ങൾ MSWക്കാരൊക്കെയാണ്, നിങ്ങൾക്കൊരു ചോദ്യചിഹ്നമായിട്ടും കൂടെയാണ് ഞാനിത് പറയുന്നത്. എന്നിട്ട് ഇങ്ങനെ ഈ പാട്ടും പാടി ഇത് കഴിഞ്ഞ്, വാട്ട് ഡു യു പ്ലാൻ ടു ഡു ആഫ്റ്റർ ദിസ്? ഞാൻ പറഞ്ഞു, ഐ വോണ്ട് ടു വർക്ക് ഇൻ എ വാർ ടോൺ കൺട്രി. അതൊരു പുതിയ അനുഭവമായിരിക്കും. ആഫ്റ്റർ ദാറ്റ് ഐ വിൽ കം ബാക്ക് ടു ഇന്ത്യ and I will do MSW because I don't have a professional social work knowledge. ഇത് കേട്ടേച്ച് അയാൾ എൻ്റെ അഡ്രസ്സ് ബംഗ്ലാദേശിൽ എഴുതിയെടുത്തു. എന്നിട്ട് പിന്നീട് ഒരു വലിയ ഓട്ടോഗ്രാഫ് സൈൻ ചെയ്ത ഫോട്ടോയും, ഇഫ് യു വാണ്ട് ടു ഡു MSW യു കം ടു US, ഐ ആം സ്പോൺസറിങ് യു. ആരായിരുന്നു? ജോൺ എഫ് കെന്നഡിയുടെ യങ്ങസ്റ്റ് ബ്രദർ, അന്നത്തെ പ്രസിഡന്റിന്റെ ക്ലോസ് ആയിട്ടുള്ള സെനറ്റർ എഡ്വേർഡ് കെന്നഡി. അത് അയാളുടെയും ബർത്ത്ഡേ ആയിരുന്നു. അതുകൊണ്ട് എനിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നു അവിടെ പോയി പഠിക്കാൻ. ഞാൻ പ്രാർത്ഥിച്ചു, തീരുമാനമെടുത്തു. സർ, താങ്ക് യു ഫോർ യുവർ ഓഫർ. ഐ വോണ്ട് ടു ലിവ് ഇൻ എ വെരി വെരി സ്മോൾ ഗോഡ് ഫോർസേക്കൻ ഏരിയ വിത്ത് സ്മോൾ പീപ്പിൾ. അതിന് ഈ അമേരിക്കൻ കോഴ്സ് മേ നോട്ട് ഹെൽപ്പ് മീ. ഐ വോണ്ട് ടു ഡു ഇറ്റ് ഇൻ ഇന്ത്യ. താങ്ക് യു ഫോർ യുവർ ഓഫർ. ഇന്ത്യൻ എംബസിന്ന് ഒരു ലേഡിയുടെ അഡ്രസ്സും ഉണ്ട്, എൻ്റെ പേപ്പേഴ്സൊക്കെ. ഐ ഡിഡ്ന്റ് ഗോ ആൻഡ് ഐ ഡോണ്ട് റിഗ്രറ്റ്. ഐ സെഡ് ദിസ് അമേരിക്കൻ കോഴ്സ് വിൽ നോട്ട് ഹെൽപ്പ് മീ ടു ഡു വാട്ട് ഐ വോണ്ട് ടു ഡു. താങ്ക് യു. നെക്സ്റ്റ്, ഞാനിത് ചോദിക്കും, നിങ്ങൾക്ക് അങ്ങനെ ഓഫർ കിട്ടിയാൽ വാട്ട് വുഡ് യു ഡു? ഓ, അമേരിക്കയല്ലേ, ഒരു പൈസയും ചെലവില്ലല്ലോ. ഓക്കെ, ഐ ഡിഡ്ന്റ് ഗോ. ഇത് കഴിഞ്ഞ് 2 കൊല്ലം അവിടെ ജോലി ചെയ്തിട്ട് ബോംബെയിലെ, എൻ്റെ അറിവിലെ ഇന്ത്യയിലെ നമ്പർ 1 സോഷ്യൽ വർക്ക് കോളേജിലോട്ടാണ് ഞാൻ അഡ്മിഷൻ എടുത്തു വന്നു. ഞാൻ ഇച്ചിരി ലേറ്റ് ആയിരുന്നു, എന്നാലും എൻ്റെ പാസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ കണ്ടപ്പം ദേ ടുക്ക് മീ ഹാപ്പിലി. 1 ആഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പം ഞാൻ പറയല്ലേ, ഞാൻ എപ്പോഴും മിസ്ഫിറ്റാണ്. ഓ, ഈ കോഴ്സ് എനിക്ക് ചെയ്യണ്ട. 3 ദിവസം ക്ലാസ്, 3 ദിവസം ബോംബെ സിറ്റിയിൽ ഫീൽഡ് വർക്ക്. അതേസമയം ഇവർ പഠിപ്പിക്കുന്നുണ്ട് 75% ഓഫ് ദ പീപ്പിൾ ആർ ഇൻ ദ റൂറൽ ഏരിയ. ഈ കോഴ്സിൽ റൂറൽ ഏരിയയെ ജോലി ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നൊന്നുമില്ല. സോ ഐ ഡോണ്ട് വോണ്ട് ടു ഡു. ഞാൻ എൻ്റെ പ്രൊഫസേഴ്സിനോട്, നോ, യു ടേക്ക് ദ ഡിഗ്രി, ആഫ്റ്റർ ദാറ്റ് യു ഡിസൈഡ് വാട്ട് യു വോണ്ട് ടു ഡു. നോ, ഐ കാൺട്ട് സ്പെൻഡ് മൈ ടൈം. പിന്നെ അവരുടെ നിർബന്ധം കൊണ്ട് 1 വർഷം ചെയ്തു. ഫസ്റ്റ് ഇയർ പരീക്ഷ കഴിഞ്ഞ് ഞാൻ വിട്ടു. പക്ഷെ ആ 1 വർഷത്തിൽ എൻ്റെ അസൈൻമെൻ്റൊക്കെ 2 പ്രൊഫസേഴ്സ് മേടിക്കുമായിരുന്നു. എൻ്റെ ഫീൽഡ് റെക്കോർഡ് എല്ലാവരും മേടിക്കും. ഗോ ആൻഡ് ലേൺ ഫ്രം ദാറ്റ് മേഴ്സി ഹൗ ഷീ മെയിൻറ്റെയിൻസ് ദ റെക്കോർഡ്. ഞാനിതൊന്നും പഠിച്ചതല്ല. ഐ ഹാഡ് മൈ ഓൺ, ഇത്രയും കൊല്ലത്തെ എക്സ്പീരിയൻസ് വെച്ച് ഐ ഡെവലപ്പ് മൈ ഓൺ തിങ്. ഇറ്റ് വാസ് വണ്ടർഫുൾ. അവരെൻ്റെ പേപ്പേഴ്സ് എടുക്കും, മേഴ്സി may I use it for teaching? I don't read these American books. I didn't do it from there. Anyway, അങ്ങനെ ഇടയ്ക്കൊക്കെ ഒരു പോസിറ്റീവ് സ്ട്രോക്ക് കിട്ടിയത് എൻ്റെ ആ മിസ്ഫിറ്റ് ഫീലിംഗ് ഇച്ചിരി കുറഞ്ഞു വന്നു. ഐ എം നോട്ട് സോ ബാഡ് എന്നുള്ള ഒരു ഫീലിങ്ങും കൂടെ വരാൻ തുടങ്ങി. എങ്ങനെയാലും ഞാൻ വിട്ടിട്ട് വീണ്ടും ചെയ്തത് ഈ ദുരന്തങ്ങളിൽ ഇങ്ങനെ ഓടി നടക്കുക. ഹരിയാനയിൽ യമുന ഫ്ലഡ്, ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് 7 കൊല്ലം കഴിഞ്ഞാണ് ഞാൻ സെക്കൻഡ് ഇയർ ചെയ്യാൻ വരുന്നത്. അപ്പോൾ കേട്ടു കോളേജിൽ
റൂറൽ ഫീൽഡ് വർക്ക്, ട്രൈബൽ ഫീൽഡ് വർക്ക്, ഇതെല്ലാം ഉണ്ട്. ഇൻഡിജിനസ് സോഷ്യൽ വർക്ക്, ഒരു 15-20 ഇലക്റ്റീവ് സബ്ജക്റ്റ്. അത് നോക്കിയപ്പോൾ വണ്ടർഫുൾ. അങ്ങനെ ഞാൻ തിരിച്ചു വന്നു. അവരെന്നെ എടുത്തു. പക്ഷെ പരീക്ഷ എഴുതാൻ നേരത്തെ യൂണിവേഴ്സിറ്റി ഒബ്ജക്റ്റ്, ലോങ് ഗ്യാപ്പ്, വിത്തിൻ 3 years യു ഹാഡ്. പക്ഷെ കോളേജ് എനിക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്ത് എന്നെ കൊണ്ട് പരീക്ഷ എഴുതിപ്പിച്ചു. അതിൻ്റെ ഇടയ്ക്കാണ് യു ഗോ എനിവെയർ ഫോർ യുവർ റിസർച്ച് ആൻഡ് ഫീൽഡ് വർക്ക്. അങ്ങനെയാണ് ഞാൻ മധ്യപ്രദേശ്, എൻ്റെ കണ്ണിൽ നിന്നും സെൻട്രൽ ഇന്ത്യയിലെ ട്രൈബൽസ്, ഏറ്റവും ന്യൂമറിക്കൽ സ്ട്രെങ്ത് ഉള്ള ട്രൈബാണ് ഗോണ്ട്. 11 centuries ഭരിച്ചിരുന്ന രാജവർഗമാണ്. പക്ഷെ ഇന്ന് അവർ സാധാരണ ആദിവാസികളെ പോലെ. അപ്പം ഞാൻ ഇങ്ങനെ ഒരിടത്തോട്ടാണ് വന്നത്. അവർ റോയലാണ്. നമ്മളെ അവരുടെ വീട്ടിൽ കയറ്റിയാലും നമ്മൾ തൊട്ടത് കഴിക്കാൻ നമുക്ക് തരുകയൊക്കെ ചെയ്യും. ഗുഡ് പീപ്പിൾ. ഒരു വിധവ ഒരു കോണയിൽ തന്നെ, നീ ഇവിടെ കിടന്നു, അകത്തോട്ട് വരണ്ട. അങ്ങനെ ഫസ്റ്റ് ടൈം ഐ ഫെൽറ്റ് വാട്ട് ഇറ്റ് മീൻസ് ടു ബി ആൻ അൺടച്ചബിൾ. അവിടെ താമസിച്ചുകൊണ്ട് ജീവിതം തുടങ്ങി. അവരുടെ കൂടെ 5 രൂപയ്ക്ക് കൂലിപ്പണി ചെയ്താണ് ഞാൻ തുടങ്ങുന്നത്. അപ്പോഴത്തേക്ക് എനിക്ക് MSW പകുതിയുണ്ട്, LLB ഉണ്ട്, അതിൻ്റെ വൈവ മാത്രമേ ബാക്കിയുള്ളൂ. ഒരു ഇൻ്റർനാഷണൽ ഡിപ്ലോമ ഉണ്ട്, എൻവയോൺമെൻറ്റിൽ നേഴ്സിംഗ് ഉണ്ട്, ഹോമിയോ പഠിച്ചു, BSc ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് വെച്ചാൽ ഫെമിനിസ്റ്റ് തിയോളജി പഠിച്ചു. പിന്നെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു കോഴ്സ്, ഫുഡ് പ്രിസർവേഷൻ, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പഠിച്ചതാണ്. ഇതെല്ലാം വെച്ചുകൊണ്ട് ഈ 5 രൂപയ്ക്ക് കൂലിപ്പണി ചെയ്തപ്പോൾ ഐ ഫെൽറ്റ് ദിസ് ഇസ് മൈ പ്ലേസ്, മൈ വൊക്കേഷൻ. ഇത് കഴിഞ്ഞ് എന്നെ ഓരോരുത്തരും ഇങ്ങനെ പൊക്കിക്കൊണ്ടുവന്ന് ലോകത്തോട്ട് ഇറക്കിയപ്പോൾ ഞാൻ ആദ്യം പോയത് എൻ്റെ ആ മദർ സുപ്പീരിയറിൻ്റെ അടുത്താണ്. പാറ്റ്നയ്ക്ക് ഒരു ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി, മദർ, താങ്ക് യു ഫോർ ദ ഡിസിഷൻ യു മെയ്ഡ്, ഐ ഫോളോ മൈ വൊക്കേഷൻ, ഐ ആം ഹാപ്പി. അന്നാണ് എനിക്ക് പറയാൻ പറ്റിയത് ദിസ് ഈസ് മൈ പ്ലേസ്. അന്ന് മുതൽ ഞാൻ ദയാവായിട്ട് ജീവിക്കുന്നു. പക്ഷേ ഞാൻ കൂലിപ്പണി ചെയ്തുകൊണ്ട് ഫസ്റ്റ് ഇഷ്യൂ ഞാൻ എടുത്തത് വേജ് ഇഷ്യൂ ആണ്. ആ ഒരൊറ്റ ഇഷ്യൂ കൊണ്ട് ആളുകൾ എന്നെ അവരുടെ ആദ്യം ഞാൻ ഒരാൾ ചായപ്പൊടി മേടിക്കാൻ വന്നു. ആ ചായപ്പൊടിയും കൊണ്ട് അവർ പറഞ്ഞു വൈഫിന് ഡെലിവറിയാണ്. അപ്പം ഈ വില്ലേജിൽ ഈ കുഞ്ഞു വീട്ടിൽ എങ്ങനെയാണ് ഡെലിവറി? അപ്പോൾ എനിക്കൊരു പേടി, അവരുടെ വീട്ടിൽ കയറ്റിയല്ലോ. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഭയ്യ ഞാൻ കൂടെ വരട്ടെ? അല്ല. അവൾ ഈ നിലത്തിൽ ഇങ്ങനെ ഇരുന്ന്, ഞാൻ ആ രാത്രി മുഴുവനും അവളുടെ കൂടെ ഇരുന്ന് പിന്നെ പ്രസവത്തിന് അവരുടെ കൂടെ ഇരുന്നു. നഴ്സിംഗ് അറിയാൻ വേണ്ടി വന്നാൽ സഹായിക്കാം എന്ന് മനസ്സിലുണ്ട്. ബട്ട് ഒരു ഡിഫിക്കൽട്ട് ഡെലിവറി ആയിരുന്നു. എനിവേ പാസ്ത്രൂ. അന്ന് ഈ സ്ത്രീ എന്നോട് പറഞ്ഞു, ഇന്നലെ വരെ നീ ബോംബെ വാലിയായിരുന്നു, ഇന്ന് മുതൽ നീ എൻ്റെ ഗോയിയാണ്. ഗോയി എന്ന് പറഞ്ഞാൽ ഒരു ആത്മമിത്രം. അത് ഈ ട്രൈബൽസിൻ്റെ ഇടയ്ക്ക് ഓരോ സ്ത്രീകൾക്കുമുള്ള ഒരു പെൺ ഫ്രണ്ട്, ഇൻറ്റിമേറ്റ് ഫ്രണ്ട്. കൊച്ചു കുട്ടികളാണെങ്കിലും ഒരു ഗേൾ ഫ്രണ്ട്. പക്ഷെ അത് വേർതിരിക്കുമ്പോഴും അതും ഒരു റിച്വൽ ചെയ്ത് അക്സെപ്റ്റ് ചെയ്യുന്നതും വേർതിരിക്കുന്നതും രണ്ടുമുണ്ട്. അങ്ങനെ എന്നെ ആക്കി. അത് ആ പെരുമാറ്റത്തിൽ നിന്ന്, ആ ഇടപെടലിൽ നിന്നാണ് അവൾ കോയിയാക്കിയത്. അത് കമ്മ്യൂണിറ്റി അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ അവിടെ കൊണ്ടാണ് ഞാൻ ദയാവായി അവരുടെ ഇടയിലേക്ക്. പിന്നെ പതുക്കെ ഈ വേജ് ഇഷ്യൂ. പിന്നെ ഞാനിവിടെ ജീവിക്കുന്നത് കൊണ്ട് കളക്ടറും ഓഫീസേഴ്സുമായിട്ട് ബന്ധം, ഞാൻ റിസർച്ചിന് വന്നതല്ലായിരുന്നു. അപ്പം ആ ബന്ധം ഉപയോഗിച്ചുകൂടെ പ്രൈമറി സ്കൂൾ കൊണ്ട് ഞാൻ നീട്ടുന്നില്ല. ആദ്യമായിട്ട് ഞാൻ ചെയ്തത് ഈ വേജ് ഇഷ്യൂ. അതേ കൂടെ പ്രൈമറി സ്കൂളൊന്നുമില്ല, ഉള്ളിടത്ത് പേപ്പറിലുള്ളിടത്തും ആരും വരുന്നുമില്ല, പഠിപ്പിക്കുന്നുമില്ല. അപ്പം പ്രൈമറി എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഒത്തിരി ഇടപെട്ടു. ഇനി ഞാൻ അധികം നീട്ടുന്നില്ല. ഇങ്ങനെ ഈ ഹ്യൂമൻ റൈറ്റ്സ് ഇഷ്യൂവിലേക്ക് ഒത്തിരി ഇടപെട്ടു. പിന്നെ ആളുകളെ ബോധവൽക്കരിച്ച് ചന്തയിൽ തെരുവ് നാടകം ചെയ്താണ് ഹൗ ടു റൈറ്റ് FIR, വാട്ട് ടു ഡു, ഓരോ കേസിലും എന്താണ് ചെയ്യുന്നത്. ഞാൻ ഓരോ ഇടത്തും ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. ഇങ്ങനെ ചെയ്തിട്ട്
അവസരങ്ങൾ ഉണ്ടാക്കി തരിക ഈ ഉപ്പറവാലെ. അപ്പൊ ഇങ്ങനെ ഇടപെട്ട് ഈ ചന്തകളിൽ തെരുവ് നാടകം ചെയ്ത് ഒരുപാട് പേര് എന്നെ സഹായിക്കാനായിട്ട് അവരുടെ വില്ലേജ് വിളിക്കും. ലീഗൽ ഇഷ്യൂ, ഹസ്ബൻഡ് വൈഫായിട്ട്, അല്ലെങ്കിൽ ഭൂമി തർക്കം, ഇങ്ങനെയൊക്കെയുള്ള. അങ്ങനെയാണ് ഞാൻ ഇന്ന് പാരാലീഗൽ വർക്ക് എനിക്ക് അറിയത്തില്ല, പക്ഷെ കോർട്ടിൽ പോകാതെ സെറ്റിൽ ചെയ്യാനുള്ളതല്ല. ഞാൻ ലോ പഠിച്ചല്ലോ. അപ്പോൾ അതെല്ലാം അവിടെ ചെയ്തു തുടങ്ങുമ്പോൾ ഇത് ജസ്റ്റിസ് ഭഗവതിയിൽ നിന്നൊരു എഴുത്ത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ആർട്ടിക്കിൾ എഴുതി, ലീഗൽ എയ്ഡ് ന്യൂസ് ലെറ്റർ, എൻ്റെ ഇവിടുത്തെ അനുഭവം വെച്ച്. അപ്പോൾ അയാൾ അന്വേഷിച്ചു, ഇതാരാ ഈ ദയാബായി? അപ്പോൾ അവിടെയുള്ള ജസ്യൂട്ട് അച്ഛന്മാരുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ കോണ്ടാക്ട് ചെയ്തു. എന്നിട്ട് ആദ്യത്തെ പാരാലീഗൽ വർക്ക് ഇനാഗുറേഷൻ ചെയ്യുന്ന സമയത്ത് എന്നോട് ചെല്ലാൻ പറഞ്ഞു. ഐ വാസ് ഹാപ്പി. ഞാൻ ഈ പാരാലീഗലിനൊന്നും എനിക്ക് പേരറിയത്തില്ല, ബട്ട് ഐ എം ഓൾറെഡി ഡൂയിങ്. അതായത് കോർട്ട് കൂടാതെ നിയമപ്രകാരമല്ലാതെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുക. മർഡർ, റേപ്പ്, ഇതൊന്നും നമുക്ക് പറ്റിയല്ല. പക്ഷേ ഒരുപാട് തർക്കങ്ങൾ, ഈവൻ ഗവൺമെൻറ് ഡാമൊക്കെ ഉണ്ടാക്കിയപ്പം നഷ്ടപരിഹാരം കയറും കൊണ്ട് ഉണ്ണി അളന്ന് കൊടുത്ത് ട്രക്കിലോട് ഓഫ് പീപ്പിൾ വെന്റ് ആൻഡ് ടുക്ക് ദെയർ ചെക്ക്. അതൊക്കെ വലിയ സംഭവമാണ്. അങ്ങനെയാണ് ആളുകളെ എന്നിൽ വിശ്വസിക്കാൻ തുടങ്ങിയത്. അവർക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരാൾ. ദെൻ ദേ മേഡ് മീ ദെയർ ഓൺ. ഞാൻ അവരുടെ വീട്ടിൽ അൺടച്ചബിൾ ഒന്നുമല്ല. പൂജ ചെയ്യുന്നിടത്തും എല്ലായിടത്തും എന്നെ കാണിക്കും, ഇങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ അവരിലേക്ക് ഒരു എൻട്രൻസും കൂടെ എനിക്ക് അങ്ങനെ അത്രയും ജീവിച്ചു. സ്കൂളായി. ഒരിടത്ത് സർക്കാർ സ്കൂൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് പ്രൈമറി സ്കൂളിൽ ഞാൻ ആദ്യം ഇടപെട്ടപ്പം യൂണിസെഫ് വന്ന് എന്നോട് കൂടി കമ്മ്യൂണിറ്റി ബേസ്ഡ് പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊന്നുണ്ടാക്കി. കാരണം കമ്മ്യൂണിറ്റി തീരുമാനിക്കണം എങ്ങനെയാണ് പ്രൈമറി എഡ്യൂക്കേഷൻ ഉണ്ട്. സ്കൂളിലുണ്ടെങ്കിലും പിള്ളേർ പോകുന്നില്ല, കന്നാലയും തിരിച്ച് കാട്ടിപ്പോവും. അങ്ങനെയായപ്പം ഇതിൽ ഞാൻ കൂടിയപ്പം 25 പിള്ളേർ എങ്കിലും ഉണ്ടെങ്കിൽ പ്രൈമറി എഡ്യൂക്കേഷൻ വേണം, സ്കൂളിൽ നടത്തണം. പക്ഷെ ഒരിടത്ത് എനിക്കറിയാവുന്നിടത്ത് അവർ ഒരുപാട് നാളായിട്ടൊരു സ്കൂളിൽ ചോദിച്ചത് ന്യൂ സ്കൂൾ, നോബഡി വാണ്ട്സ് 100% ട്രൈബൽ, ഒരാൾ പോലും പഠിപ്പുള്ളവരില്ല. 18 കൊല്ലം വെയിറ്റ് ചെയ്ത് ഈ അവസരം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നടത്തൊരു സ്കൂളാണ്. പഞ്ചായത്ത് പ്രസിഡന്റ്, ഓ വഹാ സ്കൂൾ നീ ചെയ്യേ, കാരണം എല്ലാം ബോണ്ടഡ് ലേബറേഴ്സാണ്. അവിടെ അവർക്ക് വേണ്ടിയിട്ട് ഇടപെട്ട അവർ അറിവുള്ളവരായി കഴിയുമ്പം പിന്നെ ഈ പണിക്ക് കിട്ടുകയില്ല. അതുകൊണ്ടാണ്. അപ്പം ഞാൻ ഫൈറ്റ് ചെയ്തു. ഞാൻ SDMന് നോട്ടീസ് കൊടുത്തു. ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട്. അല്ല, ആദ്യം ഞാൻ ഒരാളെ വെച്ച് അവിടെ പഠിപ്പിക്കാൻ തുടങ്ങി. 4 കൊല്ലം 3 കൊല്ലം ടെക്സ്റ്റ് ബുക്കേ ഇല്ല. 4 കൊല്ലം പഠിപ്പിച്ചു. 4ാം കൊല്ലമാണ് ഞാൻ എൻ്റെ പൈസ ചിലവാക്കി സ്ലേറ്റും പെൻസിലും മേടിച്ചു. എനിക്ക് ഫണ്ടൊന്നുമില്ല. അങ്ങനെ 4ാം കൊല്ലം പുസ്തകം മേടിച്ചു കൊടുത്ത് 4 കൊല്ലം പഠിപ്പിച്ചിട്ട് 5ാം ക്ലാസ്സിലെ ബോർഡ് പരീക്ഷയ്ക്ക് ഇരുത്തി. അവിടെ ആർക്കും ഇല്ലാത്ത ഒരു നല്ല റെക്കോർഡുമായിട്ട് പിള്ളേർ വന്നു. അപ്പം ഇവര് തകർന്നു. ആരാ പഠിപ്പിക്കുന്നത്? ദയാബായിയാണോ? റൂഷി, ഒരു ടീച്ചർ എനിക്ക് വേണ്ടി. ഞാൻ പറഞ്ഞു, നീ അവിടെ താമസിക്കണം. അവളുടെ ഹസ്ബൻഡ് വേറൊരിടത്ത് ടീച്ചറാണ്. പക്ഷെ അവൾ താമസിച്ചു. ഒരു ചെറിയ മുറി ഉണ്ടാക്കി കൊടുത്ത് പാർട്ടീഷൻ ചെയ്ത് അങ്ങനെ ഞങ്ങൾ തുടങ്ങിയ. സ്കൂൾ ബിൽഡിംഗ് ഒന്നുമില്ല. മഴയുള്ളപ്പം മാത്രം വല്ലവരുടെയും മരന്തയില്ല, ബാക്കിയെല്ലാം നദീതീരത്തോ മരത്തിൻ്റെ ഇടയിലും ഒക്കെ. ബട്ട് ചിൽഡ്രൻ ഇട്ട് കൊണ്ട് 3ാം വർഷം എൻ്റെ പിള്ളേരെ ഹമാര അഖ്ബാർ എന്നും പറഞ്ഞ് ന്യൂസ് പേപ്പർ എഴുതാൻ തുടങ്ങി. ന്യൂസ് പേപ്പർ കണ്ടിട്ട് പോലും ഇല്ലാത്തവരാ. എൻ്റെ സിലബസിൽ ഞാൻ ഒരു കൂട്ടം വെച്ചിരുന്ന ന്യൂസ് പേപ്പർ റീഡിങ് ആൻഡ് അനലൈസിങ്. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ന്യൂസ് പേപ്പർ എന്താണ്. സ്വന്തമായിട്ട് ന്യൂസ് പേപ്പർ എഴുതാൻ തുടങ്ങി. ഈ ഓഫീസേഴ്സ് വരുന്നു എനിക്ക്, കാരണം എനിക്കെതിരായിട്ട് കംപ്ലൈൻറ്റ് പോവുകയാണ്. ഇങ്ങനെ സ്കൂള് നടത്തുന്നു, ക്രിസ്ത്യാനിയാക്കുന്നു, അത് ഇത് ഒക്കെ ഉണ്ട്. അതൊരു വലിയ സംഭവമായി. ഞാൻ നോട്ടീസ് കൊടുത്തു, ഐ എം ഗോയിങ് ഓൺ ഇൻഡെഫിനിറ്റ് ഫാസ്റ്റ് ആൻഡ് ഹൈക്കോർട്ട് റിറ്റ്. SDM അതും കൊണ്ടുപോയപ്പോൾ കളക്ടർ അത് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, ഇപ്പോൾ ആ സ്ത്രീക്ക് അപ്പോയിൻമെൻറ്റ് കൊടുക്കുക. ഷീ വാസ് ടീച്ചിങ് 4 years. അവൾക്കൊരു റൈറ്റ് ഉണ്ട്. ഷീ സ്റ്റേയിങ് ദെൻ.
അതൊരു വലിയ സംഭവം. ഇങ്ങനെ കൊച്ചു കൊച്ചു സംഭവങ്ങളൊന്നും ഉണ്ടായി എൻ്റെ കരുത്താന്ന് ഞാൻ കരുതുന്നില്ല. ഈ ദൈവം എന്ന് പറയുന്ന വലിയ പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടപെടുക. അങ്ങനെയായി ഇന്നും ആ സ്കൂളിന് ഇന്നിപ്പം ഞാനത് വിട്ടു, കാരണം അവള് പഠിപ്പിക്കുന്നുണ്ട്, ഗവൺമെൻറ് സ്കൂളായി. പക്ഷെ അവളെ ഞാൻ ട്രെയിൻ ചെയ്തതനുസരിച്ച് ഷീസ് വൺ ഓഫ് ദ ബെസ്റ്റ് ടീച്ചർ ഇൻ ദ സ്കൂൾ. എല്ലാ സ്പെഷ്യൽ അസൈൻമെൻറ്റും അവൾക്ക് കൊടുക്കും. ഇന്ന് തന്നെയല്ല, ഈ 5ാം ക്ലാസ് പരീക്ഷ എഴുതിച്ച് കോമ്പറ്റീഷൻ പരീക്ഷ എഴുതുമ്പം ഏറ്റവും കൂടുതൽ നവോദയയിൽ അഡ്മിഷൻ കിട്ടുന്ന ഈ സ്കൂളിൽ നിന്ന്. അതന്നെ നല്ലൊരു റെക്കോർഡ്, ഇറ്റ് ഈസ് സ്റ്റാൻഡിങ് റെക്കോർഡ് ഫോർ ഇയേഴ്സിന്. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫ്രീ ആയി. ഞാൻ അധികമൊന്നും ചെയ്യുന്നില്ല, ആളുകളൊക്കെ എഡ്യൂക്കേറ്റഡ് ആവുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാസർഗോഡിൽ നിന്ന് ഒരു ലെറ്റർ 2018 ജനുവരി 30 സെക്രട്ടേറിയറ്റിൻ്റെ നിങ്ങളൊരു സമരം ഉദ്ഘാടനം. ഞാൻ കേട്ടിട്ടുള്ളതേ ഉള്ളൂ, ഐ ഡോണ്ട് നോ ദ ഡീറ്റെയിൽസ്. ഞാൻ പറഞ്ഞു, ഞാൻ ഉദ്ഘാടനത്തിന് വരുന്നതിന് മുമ്പ് എനിക്ക് കാസർഗോഡ് ഒന്ന് കാണണം. 3-4 ദിവസം അവിടെ സ്പെൻഡ് ചെയ്തു. തകർന്നു പോയി ഈ സംഭവം. ഈ ഗോഡ്സ് ഓൺ കൺട്രിയിൽ ഈ കാജ് പ്ലാന്റേഷൻ ഉണ്ടാക്കിയത് മുതലേ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനാണ്. ഒരുപാട് പേരുടെ ലാൻഡ് എടുത്ത് അവർക്ക് റെക്കോർഡില്ല. പക്ഷേ അക്കോർഡിംഗ് ടു റവന്യൂവിൽ അവർക്ക് പൊസഷൻ ഉണ്ട്. വർഷങ്ങളായിട്ട് കൃഷി ചെയ്തിരുന്ന ലാൻഡ് കയ്യേറി. ഇന്ന് അവർ ആ കൃഷി പണിക്കാരാണ്, കൂലിപ്പണിക്കാർ. അങ്ങനെ അതിലിടപെട്ട് കഴിഞ്ഞ് കുറച്ചായി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഐ തിങ്ക് ഞാൻ ഇവിടെ വന്ന് ഇത് പഠിച്ചിട്ട് നിങ്ങൾ മുന്നേറ്റിൽ അടിച്ചാൽ കിട്ടും. ദയാബായി മലയാളം സോങ് ഞാൻ ആദ്യം വന്ന് കണ്ട് തകർന്ന മലയാളം എഴുതാതിരുന്ന് ഞാൻ പേനയെക്കൂടി ഒഴുകി വന്ന ഒരു പാട്ടും എഴുതി ഒരു വീഡിയോ ഉണ്ടാക്കി. അന്ന് മുതൽ അവിടെയും ഇവിടെയും കൂടെ. പക്ഷേ ഇവിടെ ഞാനിപ്പം ചെയ്യുന്ന, എൻ്റെ ഫാദർ മരിച്ചപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് കുറച്ച് പൈസ, ഞാൻ വീട്ടിൽ നിന്ന് 17ആം വയസ്സ് വിട്ടതല്ലേ, ഒന്നും മേടിച്ചിട്ടില്ല. ഇവിടുത്തെ എല്ലാം എൻ്റെ സ്വന്തം ട്യൂഷൻ എടുത്തും പെയിൻറ്റ് ചെയ്തും ഗ്രീറ്റിംഗ് കാർഡ്സ് ഉണ്ടാക്കി വിറ്റും അങ്ങനെയൊക്കെ. അപ്പോൾ പപ്പയുടെ വലിയൊരു സങ്കടം എനിക്കൊരു തോന്നി. കുറേ പൈസയും കൊണ്ട് പപ്പ മരിച്ചപ്പോൾ ഞാൻ പോയുമില്ല. ആ പൈസ കൊണ്ട് ഞാൻ എല്ലാം കൊണ്ടും ഐ ബിക്കെയിം ട്രൈബൽ, ബട്ട് ഐ ഡിഡ്ന്റ് ബിക്കം എ ഫാമർ. അങ്ങനെയാണ് ലാൻഡ് മേടിച്ച് വേറൊരു മറ്റേ ട്രൈബൽ ഏരിയയിലായി കുടുംബം ഇന്ന് താമസിക്കുന്നിടത്ത് വന്ന് കൃഷിക്കാരിയായി. ഈ കൃഷി എന്ന് പറയുന്നത് ഇവിടെ എനിക്ക് ഒരു 5-8 എഫാണ്. ഫുഡ്, ഫോഡർ, ഫെർട്ടിലൈസർ, ഇങ്ങനെ അവരുടേതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് എല്ലാം ഉണ്ട്. പക്ഷേ അവർ ചെയ്യാത്ത ഒരു കൂട്ടമുണ്ട്. ഫോറസ്റ്റിനെ അവർ വെട്ടി നശിപ്പിക്കും. എന്തെങ്കിലും ആവശ്യമുണ്ടായ ഒരു തേക്ക്, നിങ്ങളുടെ അവിടെ ഏറ്റവും കൂടുതൽ തേക്കുള്ള ഡിസ്ട്രിക്റ്റ് എൻ്റേതാണ്. അപ്പോൾ ഒരു ഫോറസ്റ്റ് ഉണ്ടാക്കുക, പിന്നെ ഒരു ധാരാളം ബാമ്പു നട്ടു, വെള്ളം ഇതിലേക്ക് വന്നു. അങ്ങനെ ഒത്തിരി എക്സ്പെരിമെൻ്റ് നടത്തി ഈ പ്രകൃതിയെ നല്ലപോലെ രക്ഷിക്കാനും. ഞാൻ കൂടുതൽ കൃഷി ചെയ്യുന്ന അവിടെ ഇപ്പം നശിച്ചു പോകുന്ന മില്ലറ്റ്സ്, ഓൾ മില്ലറ്റ്സ് ആയ ആൻഡ് ഐ ഈറ്റ് ഓൾസോ മോസ്റ്റ്ലി. അങ്ങനെ അതവിടെ നിൽക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് കാസർഗോഡ് വരെ ഇടമായില്ല. പക്ഷെ നിരാഹാരം കഴിഞ്ഞപ്പം ചിലരൊക്കെ കൂടി എന്നെ അവിടെ കൊണ്ടുപോയി ഒരു സെൻറ്റർ തുടങ്ങി. പക്ഷെ അത് വേഗം ഒരു ട്രസ്റ്റും തുടങ്ങി. അത് പൊളിക്കാനുള്ള സമയമായി. 2 പേരത് കയ്യേറി അവർ നടത്തുക. ബാക്കി എല്ലാവരെ പറ്റി നെഗറ്റീവും പറയും. പക്ഷേ ഇത് നടത്തുന്നത് ഓട്ടിസം പിള്ളേരും ഗൾഫുകാരുടെ മക്കളും. ഐ ഡോണ്ട് വാണ്ട് ടു സ്പെൻഡ് മൈ ഓൺ അവാർഡ് മണി ഫോർ ദാറ്റ്. സോ ഐ എം ക്ലോസിങ്. വേറൊന്ന് റെഡിയായി വരുന്നു. ഇനി അതിലേക്കാണ് കൂടുതലും ഒരു പുതിയ സ്ഥലവും ഏരിയയും ആവശ്യമനുസരിച്ച് കണ്ട് തുടങ്ങി അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോൾ ഇൻട്രാക്ഷൻ വേണം. സോറി. അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻട്രാക്ഷൻ ഇത് കഴിഞ്ഞ് ഞാനൊരു ചെറിയ തെരുവ് നാടകം പോലെ എൻ്റെ കുറേ കുട്ടികളെ ഇവിടെ അവതരിപ്പിക്കും. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതർവൈസ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞത് ചെയ്യാം.